ഒന്ന് ഹായ് ഫ്രണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ഫ്രൈഡ് റൈസാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസ് നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. ഫ്രൈഡ് റൈസിന് ആദ്യം റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കുക. അതിൽ കുറച്ച് ഓയിൽ വയ്ക്കണം. അപ്പോൾ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരി ചേർക്കുന്നുണ്ട്. ബസ്മതി റൈസാണ്. റൈസ് ഒരു 80% ബോയിലുണ്ട്. ഈ ബോയിലിൽ നമുക്ക് എടുക്കാം. നല്ല ഓവർ വേവാതെ എടുത്ത് മാറ്റാം. കുറച്ച് ഓയിൽ വയ്ക്കാം. ഒരു 3 മുട്ട അടിച്ചെടുക്കാം. അപ്പോൾ ഈ ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ നന്നായി വെക്കുക. മുട്ട വയ്ക്കുക. അപ്പോൾ ഈ മുട്ട ഒന്ന് കോരി മാറ്റാം. അപ്പോൾ അല്പം കൂടെ ഓയിൽ വയ്ക്കുക. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കേണ്ടത്. ഫ്രഷ് ചിക്കൻ. സാധാരണ ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ പിച്ചി കാണ്ട് ഇതിലേക്ക് ഇടലാണ്. ഇത് ഫ്രഷ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്താണ്. അത് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആ മുട്ട ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് ചേർക്കാം. കുറച്ച് ക്യാരറ്റ്, കുറച്ച് കാബേജ്, കുറച്ച് ബീൻസ്, കുറച്ച് ഗ്രീൻ ഒനിയൻ, ഇതിങ്ങനെ ചൈനീസ് വോക്കിലാണ് ഉണ്ടാക്കുക. ചൈനീസ് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടും. പക്ഷേ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനും എഗ്ഗും വെജിറ്റബിൾ എല്ലാം കൂടെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച റൈസ് ചേർക്കാം. തീ നല്ല ചൂടിൽ നല്ല ഫയർ നല്ല കൂട്ടിയിടണം. റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു 3-4 സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഒരുമിച്ച് കൊടുത്തിട്ട് ഹെവി ബർണറിന് നല്ല തീ കൊടുത്തിട്ടുണ്ടാക്കുക. ആ സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ പറ്റും. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ നിന്ന് വന്ന് വീട്ടിൽ അത്ര വലിയ ബർണറും ഗ്യാസും ഒന്നും ഉണ്ടാവില്ല. സ്ലോ തീ ആവും. ഇനി ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുക. കുറച്ച് ഷുഗർ പഞ്ചസാര ചേർക്കുക.
പിന്നെ പ്രധാന സാധനമാണ് എള്ളെണ്ണ. കുറച്ച് എള്ളെണ്ണ ഇറങ്ങി. സോയ സോസ് റൈസൊക്കെയല്ല, ഈ ചെമ്പിൽ വീർത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ചെമ്പിൽ വീണിട്ട് പുകയണം സോയ സോസ്. റൈസ് ഒഴിക്കരുത്. ഒരു തുള്ളി വിനെഗർ ഒഴിക്കുന്നുണ്ട്. ഒരു നുള്ള് നൂഡിൽസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ല അരോമാറ്റിക് സ്പൈസസ്, അത് നുള്ളി ഇറങ്ങും. കൂടുതൽ ഇറക്കുന്നില്ല, അത് റെഡ് കളറാകാൻ അത് റെഡ് കളറായി മാറും. ഹോങ്കോങ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വളരെ ചേർക്കുക. ഇത് റെഡ് കളറല്ലല്ലോ, അപ്പോൾ കുറച്ച് ചേർക്കും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റൈസും വെജിറ്റബിൾ എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് റൈസിൻ്റെ മേലെ കുറച്ച് സ്പ്രിങ് ഗ്രീൻ ഓനിയൻ ഇടാം. ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നന്നായിട്ടുണ്ട്, നല്ല ഉഷാറുണ്ട്. അപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇതിൽ നമ്മൾ അജിനോമോട്ടോ ചേർത്തിട്ടില്ല. എള്ളെണ്ണ, പിന്നെ സൺഫ്ലവർ ഓയിൽ, സോയാ സോസ്, പിന്നെ വെജിറ്റബിൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിട്ടുള്ളൂ. പിന്നെ റൈസ് ബസ്മതി റൈസ് അല്ല ശരിക്കും റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുക. സ്റ്റിക്കി റൈസ് ഉണ്ട്, ഒരു നൊട്ടി പിടിച്ചിട്ടില്ല, മുറിഞ്ഞു പോകില്ല. അതാണ് ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കില്ല, സ്റ്റിക്കി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.